ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് വാർഡിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു. പിന്നെ ആ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എത്തി. എന്നിട്ട് അവിടെ കുഞ്ഞൊരു അത്തം കണ്ട് ആ അത്തത്തിൽ എന്താ പറയുക എഴുതിയിട്ടുള്ള നാട്ടൊരുമ 2025. പിന്നെ അവിടെ കുറച്ച് മാമ്മമാരൊക്കെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. നല്ല സൂപ്പർ ഫുഡ് അവരാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. പിന്നെ ഞങ്ങൾ ആ സൈഡിലെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. നല്ല സൂപ്പർ ഭംഗിയൊക്കെ ആയിരുന്നു ഗൈസ് അവിടെ കാണാൻ. പിന്നെ അതിനുശേഷം ഞങ്ങൾ പതാക ഉയർത്താൻ പോയി. പതാകയൊക്കെ ഉയർത്തി പിന്നെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. വലിയ മാമന്മാർക്കും ലേഡീസിനും ബോയ്സിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു, നല്ല ജിൽ മൂഡിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ അവിടുത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഈ കട്ട പിടിക്കലാണ് ഗൈസ് ഗെയിം. പിന്നെ അത് വലിയവർക്കുള്ള ഗെയിംസാണ് ഗൈസ്. അത് അമ്മമാർക്കൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അവിടെ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു ഈ കട്ട പിടിക്കാൻ. അമ്മമ്മയാണ് ആ നീല സാരി ഇട്ടത്. ഗൈസ് അവരൊക്കെ ഭയങ്കര ടഫിലായിരുന്നു പിടിച്ചത്, ഭയങ്കര ഹാർഡായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ മാത്രം കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. കാരണം എൻ്റെ വാച്ചൊക്കെ മിസ്സിങ് ആയി. അതിൻ്റെ കാരണം ഞങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ അവിടെ ഭക്ഷണത്തിന് ഇത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എൻ്റെ വാച്ചിൻ്റെ ഇത് എടുക്കുമായിരുന്നു, തപ്പമായിരുന്നു. പിന്നെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വാച്ചൊക്കെ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞാനാണ് ഫസ്റ്റ്. പിന്നെ ഗൈസ് അടുത്ത വീണ്ടും ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷം എല്ലാവരും നോക്കിയിരിക്കുന്നു. കാരണം ഈ കയോട്ടി കളി ഉണ്ടായിരുന്നു. 2 ടീംസായിരുന്നു കയോട്ടി കളികളെ. അവരെല്ലാം നല്ല സൂപ്പറായിട്ട് കളിച്ചു. സെക്കൻഡ് ടീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. സെക്കൻഡ് ടീം അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടീമും രസമുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും മെയിൻ കളി വടംവലിക്ക് എല്ലാവരും നോക്കിക്കോയത് ഗൈസ്. വടംവലി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ലേഡീസിനും ബോയ്സിനും ഉണ്ടായിരുന്നു. ബോയ്സ് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ചീർപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഈ മാമ്മമാർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയ. മാമ്മമാർ വേഗം ഒറ്റയടിക്കാൻ വലിച്ചിട്ട് പിന്നെ അവിടെ സ്റ്റേജിൽ കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മുരുകൻ സാറിൻ്റെ പിന്നെ വേറൊരു മാമനും കൂടി പ്രസംഗിച്ചു. ആ മുരുകൻ സാറിൻ്റെ പാട്ടേക്കാം. പിച്ചിയല്ല വിഷം തിന്ന പിച്ചി, കാറ്റിനെ ഒന്നോ മണത്തു നോക്കൂ മണം ഗന്ധകപ്പാനത്തെ മാരിക്കുറുമ്പേ, പെയ്യല്ലേ പൊന്നേ മാടത്തെ ഒന്നാവനത്തിലെ കാണാം എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു. ഞാൻ ശരിക്കൊന്ന് പേടിച്ചു. പിന്നെ ഓർത്തു ഞാൻ എന്റെ തന്നെ കാര്യം പറഞ്ഞ പോലെ അപ്പൊ ആരെങ്കിലും അതിലൊരു കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, ഏത് പ്രായമുള്ള ഒരാളെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിജയം. ഈ പ്രോഗ്രാമിൽ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. വീട്ടിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ എൻ്റെ അമ്മ ചേച്ചിക്ക് ഒരു ഫോണും ഒരു കണ്ണട കിട്ടിയ. പിന്നെ അതിൻ്റെ മുമ്പ് മാറേയില്ല ഗൈസ്, എപ്പോഴും അതിൻ്റെ മുമ്പ് തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ആ ഓണം പരിപാടിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം ഗൈസ്. അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഓണപ്പരിപാടി. അപ്പോൾ ശരി, ബൈ.